ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വീടിൻ്റെ അതായത് ഫിനിഷിംഗ് സ്റ്റേജ് എത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറ്. പക്ഷേ അതിന് മുന്നേ തേക്കുന്നതിന് മുന്നേ തേച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. സ്വിച്ച് ബോർഡുകൾ ഇത് ലിവിങ് ഏരിയ ആണ്, അതായത് ഡ്രോയിങ് ഏരിയ വരുന്നത് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഏകദേശം അത്രയും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് 4 സീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വാർക്കയിലിടുന്ന ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയണം, ഡീറ്റെയിൽ ആയിട്ട് അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് സീലിംഗ് എങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ തൊട്ടടുത്ത് വരുന്ന മെയിൻ 18 മോഡ്യൂളിൻ്റെ ബോക്സാണ് വരുന്നത്. 18 മോഡ്യൂളിൻ്റെ ബോക്സ് കൺസീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. 18 മോഡ്യൂളെന്ന് ഉദ്ദേശിച്ചാൽ 18 സ്വിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡ് വരുന്നത്. അത് നമ്മുടെ ഡബിൾ ഡോറുകൾ വരുന്നത്. അത് ഓപ്പൺ ചെയ്യാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമുക്ക് ആ നമ്മുടെ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന സൈഡിൽ, അതായത് സി ഷേപ്പ് നമ്മുടെ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ 110 mm അല്ലെങ്കിൽ 100 mm ഹൈറ്റിൽ വേണം നമുക്ക് എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് പോയിൻറ്റുകളെല്ലാം തന്നെ സെപ്പറേറ്റ് സീലിങ്ങിൻ്റെ ലൈറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് സീലിംഗ് മാക്സിമം ഒഴിവാക്കുക, എന്നാൽ സീലിങ്ങിൽ ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഭാവിയിൽ സീലിംഗ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ വാർക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഈ സെപ്പറേറ്റ് വരുന്ന ബോക്സ് അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ മുകളിൽ കാണുന്ന ആ ഇത് വരുന്നത്. ഇത് 6 വാട്ട് അല്ലെങ്കിൽ 3 വാട്ട് 4 വാട്ട് 6 വാട്ട് വരെ മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. ഇത്രയും വലിപ്പമുള്ള മാക്സിമം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെപ്പറേറ്റ് ബോക്സുകളെല്ലാം തന്നെ ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് 4x4 PVC ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 4x4 PVC ബോക്സ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ 4x4 വെച്ച് ചെയ്യുന്നതാണ്. 4x4 ആകുമ്പോൾ സമയത്ത് വയർ ഒരുപാട് ടൈറ്റ് ആവാതെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈപ്പുകൾ 4x4 വഴി കയറ്റി കൊണ്ടുപോകുന്നതിന് സാധിക്കും. മറ്റേ ജംഗ്ഷൻ ആകുമ്പോൾ കൂടി വന്ന 1 ഇഞ്ച് പൈപ്പേ നമുക്ക് സാധിക്കുള്ളൂ. മറ്റേ ഇതാവുമ്പോൾ 4x4 ആകുമ്പോൾ നമുക്ക് പൈപ്പുകളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് DBയിലേക്കൊക്കെ നമുക്ക് പൈപ്പ് അടിക്കുന്നത് വളരെ ലാവിഷായിട്ട് ചെയ്യാൻ സാധിക്കും. അത് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയർ ടൈറ്റ് ആവില്ല, വയറുകൾ ടൈറ്റായ ഇൻഡക്ഷൻ കറണ്ട് അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.